ശക്തി നൽകണമേ, വേഗം വരണമേ, സ്നേഹം പകരണമേ, ആത്മാവിലൊന്നു തൊടണമേ. ആരാധനയെ യേശുവേ, ഹല്ലേലൂയ മാറാനാഥാ, ഹല്ലേലൂയ മാറാനാഥാ. Come, Lord Jesus. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രിയപ്പെട്ട ദൈവമക്കളെ, തുടർന്നുള്ള നിമിഷങ്ങളിൽ നമ്മൾ ചിന്തിക്കുന്നത് ഏറ്റവും വലിയ അനുഗ്രഹത്തെക്കുറിച്ചാണ്. നാം ദൈവവചനം കേട്ട് ദൈവത്തെ ആരാധിച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നൊരു ജനതയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം നിങ്ങൾക്ക് ഓരോ കാലങ്ങളിലായി ധാരാളമായ അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ചൊരിഞ്ഞിരിക്കുന്ന അനുഗ്രഹങ്ങളിൽ ഏറ്റവും വിലയുള്ളതായി കരുതുന്ന അനുഗ്രഹം എന്താണെന്നാണ് നിങ്ങളുടെ അഭിപ്രായം? എന്താണ്? നിങ്ങളിപ്പോൾ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഈ വചനം കേട്ട് ഈ ആത്മീയ ശുശ്രൂഷ പങ്കെടുത്ത് നിങ്ങളിതാ അനുഗ്രഹം പ്രാപിച്ചൊരു ജനതയായി ഇവിടുന്ന് പുറപ്പെടുകയാണ്. അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ വണ്ടിയിൽ കയറി യാത്ര തിരിച്ചു. 1 കിലോമീറ്റർ ചെന്നപ്പോഴേക്കും നിങ്ങളുടെ വണ്ടിയുടെ ടയർ പഞ്ചറായി. പറ, ഒരനുഗ്രഹമാണോ അത്? ഒരനുഗ്രഹമാണോ അത്? അങ്ങനെ ടയർ പഞ്ചറായിട്ട് നിങ്ങൾ പുറത്തിറങ്ങി ആ ടയറൊന്ന് അഴിച്ചൊന്ന് ഇടാൻ നോക്കുമ്പം തോരാ മഴ കോരിച്ചൊരിഞ്ഞ് പെയ്യാൻ തുടങ്ങി. ഒരു വിധത്തിലും നിങ്ങൾക്ക് അവിടെ നിന്നത് ചെയ്യാൻ പറ്റുന്നില്ല. നിങ്ങൾക്ക് തോന്നുന്നത് അനുഗ്രഹം തോന്നുമോ? നന്നായിട്ടുണ്ട്, വെരി ഗുഡ്. ധ്യാനം, വചനം ഉഗ്രനായി, ഉഗ്ര അഭിഷേകം പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നുമോ? നിങ്ങൾക്ക് എന്ത് തോന്നും? എന്തോ ഒരു പെശകുണ്ടല്ലോ അല്ലേ? എന്തോ ഒരു പെശക്, എവിടെയോ ഒരു കേട്, ഒരു തകർച്ച, എന്തോ ഒരു ബന്ധനം ഉള്ളതുപോലെ ചുമ്മാ അങ്ങനെ തോന്നാൻ തുടങ്ങും. ഹല്ലേലൂയ. ധ്യാനം കൂടി വചനം കേട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അനേകം ദൈവമക്കളെ പിശാച് പീഡിപ്പിക്കുന്ന ഒരു മേഖലയാണ്. ജീവിതത്തിൽ അപ്രതീക്ഷിതമായി എന്തെങ്കിലും ഒരു തടസ്സം വരുമ്പോൾ എൻ്റെ ജീവിതത്തിൽ അനുഗ്രഹം ഇല്ലല്ലോ, എന്തോ ഒരു ബന്ധനം എൻ്റെ ജീവിതത്തിൽ ഉണ്ടല്ലോ എന്നൊരു തോന്നൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ധ്യാനം കൂടി ചെന്നു, ഇതാ കുട്ടിക്ക് അഡ്മിഷന് വേണ്ടി ചെന്നു. അതുവരെ അഡ്മിഷൻ തരാമെന്ന് പറഞ്ഞിരുന്ന ആളാണ്. ധ്യാനം കഴിഞ്ഞ് എന്ന് പറയാണ്, നിങ്ങളുടെ കുട്ടിക്ക് ഈ വർഷം ഇവിടെ അഡ്മിഷൻ ഇല്ല. നിങ്ങൾക്ക് എന്ത് തോന്നും? നിങ്ങളങ്ങനെ അതിനുശേഷം നിങ്ങളുടെ കെട്ടിടത്തിൻ്റെ പ്ലാൻ അംഗീകരിച്ച് കിട്ടാൻ വേണ്ടി കൊടുത്തിരുന്ന ഓഫീസിൽ, വില്ലേജ് ഓഫീസിലോ ടൗൺ പ്ലാനറിൻ്റെ അടുത്തോ ചെന്നു. അപ്പോൾ ടൗൺ പ്ലാനർ പറഞ്ഞു, നിങ്ങളുടെ ഈ കെട്ടിടം ശരിയല്ല, നിങ്ങൾ ഒന്നും കൂടെ പോയി ശരിയാക്കി വാ. അങ്ങനെ ഒരു 10 തവണ നിങ്ങളെ നടത്തിച്ചു. അപ്പോൾ കാര്യങ്ങളൊന്നും വിചാരിക്കുന്നതോളം നടക്കുന്നില്ലെന്ന് മാത്രമല്ല, ഒരു നടപ്പിന് 100 നടപ്പ് നടക്കേണ്ട ഒരു സാഹചര്യം വരികയാണ്. അപ്പോൾ എന്ത് തോന്നും? നല്ല അനുഗ്രഹമുള്ള ജീവിതമായിട്ട് തോന്നുക. എന്തോ ഇവിടെ ഒരു തടസ്സമുള്ളതുപോലെ പലർക്കും അനുഭവപ്പെടാൻ തുടങ്ങും. അപ്പോൾ മനസ്സിൽ ഇരുന്നൊരു ചിന്ത വരും, എന്തോ ഒരു ബന്ധനം എന്നെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇങ്ങനെ അനേകം ദൈവമക്കൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥയിലാണ് അവർ ഇരിക്കുന്നതെങ്കിലും അവർക്ക് ദൈവാനുഗ്രഹത്തെക്കുറിച്ചുള്ള വ്യക്തമായൊരു കാഴ്ചപ്പാട് വചനപ്രകാരം ലഭിക്കാത്തത് കൊണ്ട് അവർ ദൈവത്തിൻ്റെ സ്നേഹത്തെ സംശയിച്ച് സാത്താൻ്റെ വഴിയെ നടന്ന് ദൈവത്തിൽ നിന്നും വിശുദ്ധ ജീവിതത്തിൽ നിന്നും അധപ്പതിച്ച് പോകുന്നതായി എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് എന്താണ് ഏറ്റവും വലിയ ദൈവാനുഗ്രഹം എന്ന് ഞാനും നിങ്ങളും വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ഇതിനെക്കുറിച്ച് ബൈബിളിൽ ഈശോയുടെ പ്രബോധനം നമുക്ക് നൽകപ്പെട്ടിട്ടുണ്ട്. അത് നമ്മൾ കാണുന്നത് ലൂക്കായുടെ സുവിശേഷം 16-ാമത്തെ അധ്യായത്തിലാണ്. ലൂക്കായുടെ സുവിശേഷം 16-ാമത്തെ അധ്യായം, അതിൽ 19 മുതൽ 31 വരെയുള്ള തിരുലിഖിതങ്ങൾ. അവിടെ നമ്മൾ കാണുന്നത് ധനവാന്റെയും ലാസറിൻ്റെയും ഉപമയാണ്. ധനവാന്റെയും ലാസറിൻ്റെയും ഉപമ കർത്താവ് ജനത്തിന് മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. ആദ്യം തന്നെ ധനവാന്റെ സ്ഥിതി കർത്താവ് അവതരിപ്പിക്കുകയാണ്. ചമന്ന പട്ടും മൃദുല വസ്ത്രങ്ങളും ധരിച്ച് ഒന്നിനും കുറവില്ലാത്ത ധനാഢ്യനായൊരു മനുഷ്യൻ. പറ, അനുഗ്രഹമുള്ള മനുഷ്യനാണോ? നിങ്ങളെന്താ മിണ്ടാതിരിക്കുന്നത്? അനുഗ്രഹമുള്ള മനുഷ്യനാണോ?
ധാരാളം സമ്പത്ത്, നല്ല കെട്ടിടം, നല്ല കാറ്, നല്ല മക്കളെല്ലാം നല്ല സ്ഥിതിയിൽ, ഭാര്യ നല്ല സ്ഥിതിയിൽ, രോഗമില്ല, ആരോഗ്യം മാത്രം, അങ്ങനെ എല്ലാം ഒരു മനുഷ്യന് ആഗ്രഹിക്കാവുന്ന എല്ലാ നന്മകളും നിറഞ്ഞ ഒരു ധനാഢ്യൻ. ഒന്നിനും മുടക്കില്ല, വിചാരിച്ച അപ്പം നടക്കും. അതുപോലത്തെ ഒരു ധനാഢ്യൻ. പറ, അനുഗ്രഹമുള്ള ജീവിതമാണോ? അല്ലേ? നിങ്ങളിപ്പോൾ എന്ത് പറയണത് നിങ്ങൾക്ക് കിട്ടും. അതാണ് അനുഗ്രഹം എന്ന് വിചാരിച്ചാൽ അത് കിട്ടും. ഇതാ ഈശോ മറ്റൊരു രംഗം അവതരിപ്പിക്കുകയാണ്. അതവിടെ നിർത്തി മറ്റൊരു രംഗം അവതരിപ്പിക്കുകയാണ്. ലാസർ മുഴുവൻ ശരീരം മുഴുവൻ ചൊറി പിടിച്ച്, ശിരസ് മുതൽ പാദം വരെ ചരങ്ങ് പിടിച്ച്, നോക്കാൻ ആരുമില്ല, ഭാര്യയില്ല, മക്കളില്ല, മരുന്നില്ല, നേഴ്സില്ല, പിന്നെ ഒരു തരത്തിലുള്ള പരിചരണമില്ല. ഈ തെരുവിലെ പട്ടികൾ വന്ന് ഈ വ്രണങ്ങളെല്ലാം കൂടെ നക്കിയിരുന്നു. അങ്ങനെ വ്രണം പിടിച്ച് പഴുത്തൊലിച്ച് കിടക്കണ ലാസർ ഈശോ അവതരിപ്പിക്കുന്ന ഒരു കഥാപാത്രമാണ്. പറ, അനുഗ്രഹമുള്ള ജീവിതമാണോ? നിങ്ങൾക്ക് ഏത് വേണമെന്ന് പറഞ്ഞാൽ മതി. അനുഗ്രഹമുള്ള ജീവിതമാണോ? ഈ രണ്ട് ജീവിതത്തിൽ ഏത് ജീവിതമാണ് നിങ്ങൾക്ക് വേണ്ടത്? ദൈവാനുഗ്രഹമുള്ള ജീവിതം ഏതാണ്? അതാണല്ലോ നിങ്ങൾക്ക് വേണ്ടത്. അതല്ല വേണ്ടത്. ഇതിലേതാണ് ദൈവാനുഗ്രഹമുള്ള ജീവിതം? നിങ്ങൾ പറഞ്ഞപ്പോൾ കിട്ടും. ഏതാണ് വേണ്ടത്? പറഞ്ഞോ. ആ ടി വി കൂടെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർ ഇപ്പം തന്നെ മനസ്സുകൊണ്ടൊരു തീരുമാനം എടുത്തോ. ഹല്ലേലൂയ. ഇതിലേത് ജീവിതമാണ് നിങ്ങളുടെ അഭിപ്രായത്തിൽ ദൈവാനുഗ്രഹമുള്ള ജീവിതം? അത് മതിയോ നിങ്ങൾക്ക്? ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പം എന്താണ് ദൈവാനുഗ്രഹത്തിൻ്റെ മാനദണ്ഡം? ചൊറി പിടിച്ചിരിക്കണാണോ ദൈവാനുഗ്രഹത്തിൻ്റെ മാനദണ്ഡം? വ്രണം പിടിച്ചിരിക്കണാണോ ദൈവാനുഗ്രഹത്തിൻ്റെ മാനദണ്ഡം? പൊട്ടിപ്പൊളിഞ്ഞ് നടക്കണാണോ ദൈവാനുഗ്രഹത്തിൻ്റെ മാനദണ്ഡം? പിന്നെ എന്താണ് ദൈവാനുഗ്രഹത്തിൻ്റെ മാനദണ്ഡം? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതിനെക്കുറിച്ച് പഠിച്ച വലിയ ദൈവശാസ്ത്രജ്ഞന്മാർ പഠിപ്പിക്കുന്നതാണ്, ദ ബെസ്റ്റ് ഓഫ് ഓൾ ഈസ് God is with us. The best of all is God is with us. ദൈവം എൻ്റെ കൂടെയുണ്ട്. ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ കൂടെയാണ്. ദൈവവുമായുള്ള സഹവാസത്തിലിരിക്കുന്ന ജീവിതമാണ് ഏറ്റവും അനുഗ്രഹമുള്ള ജീവിതം. അത് സമ്പത്തുള്ള ജീവിതമായിരിക്കാം, വ്രണങ്ങൾ പിടിച്ച ജീവിതമായിരിക്കാം, ജോലിയുള്ള ജീവിതമായിരിക്കാം, ജോലി ഇല്ലാത്ത ജീവിതമായിരിക്കാം, ആരോഗ്യമുള്ള ജീവിതമായിരിക്കാം, ആരോഗ്യമില്ലാത്ത ജീവിതമായിരിക്കാം, വിദ്യാഭ്യാസം ഉള്ളതായിരിക്കാം, വിദ്യാഭ്യാസം ഇല്ലാത്തതായിരിക്കാം. എന്തുമാകട്ടെ, വിദ്യാഭ്യാസം ഉള്ളതോ വിദ്യാഭ്യാസം ഇല്ലാത്തതോ അല്ല അനുഗ്രഹത്തിൻ്റെ മാനദണ്ഡം. ചൊറിയുള്ളതോ ചൊറി ഇല്ലാത്തതോ അല്ല അനുഗ്രഹത്തിൻ്റെ മാനദണ്ഡം. ഇനി നാളെ തൊട്ട് അനുഗ്രഹം ഉണ്ടാകാൻ വേണ്ടി ചൊറി പിടിക്കില്ല എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കരുത്. ചൊറിയുള്ളതോ ചൊറി ഇല്ലാത്തതോ അല്ല അനുഗ്രഹത്തിൻ്റെ മാനദണ്ഡം. സമ്പത്തുള്ളതോ സമ്പത്തില്ലാത്തതോ അല്ല അനുഗ്രഹത്തിൻ്റെ മാനദണ്ഡം. അനുഗ്രഹത്തിൻ്റെ അടിസ്ഥാനപരമായ മാനദണ്ഡം, ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് ബൈബിൾ വിശേഷിപ്പിക്കുന്നത് ദൈവത്തോട് കൂടെയുള്ള ജീവിതമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദ ബെസ്റ്റ് ഓഫ് ഓൾ ഈസ് ഗോഡ് ഈസ് വിത്ത് അസ്. നമ്മുടെ കർത്താവായ യേശു കുരിശിൽ മരിച്ച്, കുരിശിൽ പിടഞ്ഞ് മരിച്ച്, തൻ്റെ രക്തവും ജീവനെല്ലാം നമുക്ക് വേണ്ടി കുരിശിൽ അർപ്പിച്ച്, പിതാവിൻ്റെ സന്നിധിയിൽ തൻ്റെ ജീവിതം ഒരു ദഹനബലിയായി അർപ്പിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ്? തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായം അതിൽ 10-ാമത്തെ തിരുലിഖിതം, ഉണർവിലും ഉറക്കത്തിലും നാം അവനോട് കൂടെ ഒന്നായി വാഴേണ്ടതിന് അവൻ നമുക്കെല്ലാവർക്കും വേണ്ടി മരിച്ചു. വേറൊരു വാക്കി പറഞ്ഞാൽ, സ്വർഗസ്ഥനായ പിതാവ് എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ സ്ഥിതി എന്ന് പറയുന്നത് ഞാനും നിങ്ങളും വലിയ കുബേരനായിരിക്കുന്ന ഒരു സ്ഥിതിയാണെന്ന് വിചാരിക്കരുത്. അതാകാം, അല്ലാതിരിക്കാം. അല്ലെങ്കിൽ ഞാനും നിങ്ങളും പൊട്ടിപ്പൊളിഞ്ഞ് തകർന്ന് ഒന്നുമില്ലാതെ നരകിക്കുന്ന അവസ്ഥയിൽ കിടക്കുന്ന സ്ഥിതിയാണെന്നും വിചാരിക്കരുത്. അതാകാം, ആകാതിരിക്കാം. പക്ഷേ ദൈവമായ കർത്താവ് അനുഗ്രഹമായി എൻ്റെ നിങ്ങളുടെ ജീവിതത്തിൽ വെച്ചിരുന്ന ഏറ്റവും വലിയ സ്ഥിതി എന്ന് പറയുന്നത് ഞാനും നിങ്ങളും ദൈവത്തോട് പറ്റിച്ചേർന്നിരിക്കുന്ന ഒരു ജീവിതത്തിൻ്റെ ഉടമയായി മാറണം. പ്രൈസ് ദി ലോർഡ്. ഞാനും നിങ്ങളും ദൈവത്തിൻ്റെ കൂടെ പാർക്കണം. പാർക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പാർക്കണം. ദൈവത്തിൻ്റെ കൂടെ പാർക്കാൻ വേണ്ടിയാണ് എന്നെയും നിങ്ങളെയും ദൈവം വിളിച്ചിരിക്കുന്നത്. അതിനുവേണ്ടിയാണ് ഈശോ കുരിശിൽ മരിച്ചത്. ഈശോയുടെ കുരിശ് മരണ ഫലമായി നമുക്ക് വേണ്ടി തുറക്കപ്പെട്ടിരിക്കുന്ന വലിയൊരു അഭിഷേകമാണ് ദൈവത്തിൻ്റെ സ്വന്തമായിരിക്കാനുള്ളൊരു അഭിഷേകം. ഹല്ലേലൂയ. എന്ന് നമ്മൾ കാണുന്നത് ജെറമിയ പ്രവാചന പുസ്തകം 2-ാം അധ്യായം 19-ാം വാക്യത്തിലാണ്. ജെറമിയ 2:19, എൻ്റെ മക്കളോട് കൂടെ നിന്നെ പാർപ്പിക്കുന്നതിനും ഏറ്റവും ചേതോഹരമായ അവകാശം നിനക്ക് നൽകുന്നതിനും വേണ്ടി ഞാൻ എത്രയേറെ ആഗ്രഹിച്ചു. ഹല്ലേലൂയ.
അപ്പോൾ പിതാവായ ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള വലിയ ആഗ്രഹമാണ് ഞാനും എൻ്റെ ദൈവവും കൂടെ ഒരുമിച്ച് താമസിക്കണം. പ്രൈസ് ദി ലോർഡ്. ഒരുമിച്ച് താമസിക്കണം, ഒരുമിച്ച് ഭക്ഷണം കഴിക്കണം, ഒരുമിച്ച് യാത്ര ചെയ്യണം. ഒരിക്കലും പിരിയാത്ത ഒരു സ്നേഹബന്ധം ഞാനും എൻ്റെ ദൈവവും തമ്മിൽ ഉണ്ടായിരിക്കണമെന്ന് എൻ്റെയും നിങ്ങളുടെ ദൈവം എന്നെയും നിങ്ങളെയും കുറിച്ച് ആഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിനുവേണ്ടി ദൈവം വിശുദ്ധ ലിഖിതത്തിൽ പ്രവാചകൻ വഴി ഒരു ഉപമ കർത്താവ് അരുളി ചെയ്തു. അതാണ് ജെറമിയായുടെ പുസ്തകം 13-ാം അധ്യായം 1 തൊട്ട് 11 വരെയുള്ള തിരുലിഖിതങ്ങൾ. അവിടെ ദൈവം പ്രവാചകനായ ജെറമിയായെ പേര് ചൊല്ലി വിളിക്കുകയാണ്. ജെറമിയ, ജെറമിയ. ഉടനെ അനത്തോത്തിലെ പ്രവാചകനായ ജെറമിയ ദൈവത്തിൻ്റെ അരികിലേക്ക് ഓടി വന്നു. ഉടനെ ദൈവം ജെറമിയായോട് പറഞ്ഞു, നീ വേഗം പോയി ഒരു അരക്കച്ച വാങ്ങിക്കുക. ജെറമിയ വിചാരിച്ച് ദൈവമല്ല പറഞ്ഞ് എന്തെങ്കിലും ഒരു അത്ഭുതം ഉണ്ടായിരിക്കും എന്ന് വിചാരിച്ച് ജെറമിയ ഓടിപ്പോയി നല്ലൊരു അരക്കച്ച വാങ്ങിച്ചിട്ട് വന്നു. ജെറമിയോട് പറഞ്ഞു അത് കൊടുക്കാൻ പറഞ്ഞു. ജെറമിയ അരക്കച്ച കൊടുത്ത് നടന്നു. എന്നിട്ട് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ദൈവം ജെറമിയോട് പറഞ്ഞു, ജെറമിയ, ജെറമിയ. വീണ്ടും ജെറമിയ ദൈവത്തിൻ്റെ അടുത്തേക്ക് സന്നിധിയിലേക്ക് ഓടി വന്നു. ജെറമിയയോട് ദൈവം പറഞ്ഞു, നീ നിന്റെ അരക്കച്ച യൂഫ്രട്ടീസ് നദിയുടെ തീരത്ത് കൊണ്ടുപോയി കുഴിച്ചിടുക. അങ്ങനെ ജെറമിയ ദൈവത്തിൻ്റെ വാക്കുകൾ കേട്ട് ഈ അരക്കച്ച യൂഫ്രട്ടീസ് നദിയുടെ തീരത്ത് മണ്ണ് മാന്തി മണ്ണിനടി ആ ചേറിനടിയിൽ അത് പൂഴ്ത്തി വെച്ച്. വീണ്ടും വളരെ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരു ദിവസം വീണ്ടും ദൈവം ജെറമിയായി വിളിച്ചു, ജെറമിയ, ജെറമിയ. ദൈവം വിളിച്ചപ്പോൾ ജെറമിയ ദൈവസന്നിധിയിലേക്ക് കയറി വന്നു. ദൈവം ജെറമിയോട് പറഞ്ഞു, ഞാൻ നിന്നോട് പറഞ്ഞ ആ അരക്കച്ച ആ യൂഫ്രട്ടീസ് നദി തീരത്ത് കിടപ്പുണ്ട്, അത് നീ വേഗം പോയി എടുത്തിട്ട് വരാൻ പറഞ്ഞു. എന്തെങ്കിലും ഒരു അത്ഭുതം കാണുമെന്ന് വിചാരിച്ച് ജെറമിയ അതിവേഗം ജെറമിയ ചെന്നിട്ട് ഈ മണ്ണെല്ലാം മാന്തി നോക്കി. ആ ചെളിയിൽ പൂഴ്ത്തി വെച്ചിരുന്ന ആ യൂഫ്രട്ടീസ് നദി തീരത്ത് ആ ചേറിൽ പൂഴ്ത്തി വെച്ചിരുന്ന ഈ അരക്കച്ച ജെറമിയായിക്ക് തിരിച്ചു കിട്ടി. ജെറമിയ ആ അരക്കച്ച ഇങ്ങനെ വലിച്ചു പൊക്കിയെടുത്ത്. ഇപ്പം എന്താ ഈ അരക്കച്ചയുടെ ഷേപ്പ്? ദിവസങ്ങളോളം ചെളിയിലും മണ്ണിലും വെള്ളത്തിലും കിടന്ന അരക്കച്ചയാണത്. ജീർണിച്ച് പുഴുക്കളെല്ലാം അരിച്ചിരിക്കണ, പുഴുക്കളെല്ലാം ഇങ്ങനെ അങ്ങനെ നടക്കണ വിധത്തിൽ ജീർണ അവസ്ഥയിൽ ആ അരക്കച്ചയെ ജെറമിയായിക്ക് തിരിച്ചു കിട്ടി. ജെറമിയ മൂക്ക് പത്തി ദൈവത്തിൻ്റെ സന്നിധി ഇതാ പിടിച്ചോളാൻ പറഞ്ഞ് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കൊടുക്കുകയാണ്. ഉടനെ ദൈവം ജെറമിയോട് പറഞ്ഞു, ഇതെൻ്റെ ജനത്തിൻ്റെ സ്ഥിതിയാണ്, ഇതെൻ്റെ ജനത്തിൻ്റെ സ്ഥിതിയാണ്. ദൈവം ജെറമിയോട് പറയുകയാണ്. ജെറമിയ 13:11 അരക്കച്ച അരയോട് ചേർന്നിരിക്കുന്നത് പോലെ യൂദാ ഭവനവും ഇസ്രായേൽ ഭവനവും എന്നോട് ചേർന്നിരിക്കണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു. എന്നാൽ അവർ അത് കൂട്ടാക്കിയില്ല. അവർ തന്നിഷ്ടപ്രകാരം നടന്നു. ഹല്ലേലൂയ. അപ്പോൾ എന്നെയും നിങ്ങളെയും കുറിച്ചുള്ള ദൈവത്തിൻ്റെ മക്കളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ വലിയ ആഗ്രഹമാണ് ദൈവത്തിൻ്റെ ഓരോ മകനും ദൈവത്തിൻ്റെ ഓരോ മകളും ദൈവത്തോട് പറ്റിച്ചേർന്നിരിക്കണം, ദൈവത്തിൻ്റെ കൂടെ പാർക്കണം. ഈ ഷർട്ട് ശരീരത്തോട് ഒട്ടിച്ചേർന്ന് കിടക്കുന്നത് പോലെ, ഷർട്ട് എന്ന് പറഞ്ഞാൽ കുറച്ചെങ്കിലും ലൂസ് ഉണ്ടാവും, ഷർട്ടിൻ്റെ അടിയിൽ ധരിക്കുന്ന വസ്ത്രങ്ങളുണ്ടാവും. പ്രൈസ് ദി ലോർഡ്. ഇന്നർ ഗാർമെൻറ്റ്സ്. അപ്പോൾ ഇന്നർ വസ്ത്രങ്ങൾ ശരീരത്തോട് പറ്റിച്ചേർന്നിരിക്കുന്നത് പോലെ ദൈവത്തോട് ചേർന്ന് ഒട്ടിച്ചേർന്ന് ദൈവത്തിൻ്റെ ജനം, ദൈവത്തിൻ്റെ മകൻ, ദൈവത്തിൻ്റെ മകൾ ദൈവത്തോട് ചേർന്നിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അതാണ് ജെറമിയ 13:11 നമ്മൾ വായിച്ചത്. അരക്കച്ച അരയോട് ചേർന്നിരിക്കുന്നത് പോലെ യൂദാ ഭവനവും ഇസ്രായേൽ ഭവനവും എന്നോട് ചേർന്നിരിക്കണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 91-ാം സങ്കീർത്തനത്തിലെ 14-ാം തിരുലിഖിതം വചനം പഠിപ്പിക്കുകയാണ്, അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും. അപ്പോൾ ദൈവത്തോട് സ്നേഹത്തിൽ ഒട്ടി നിൽക്കുന്ന ഒരു ജീവിതമാണ് എൻ്റെയും നിങ്ങളുടെയും ദൈവം എന്നിൽ നിന്നും നിങ്ങളിൽ നിന്നും ആഗ്രഹിക്കുന്നത്. വേറൊരു വാക്കി പറഞ്ഞാൽ ഈ ഭൂമിയിലെ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് രാത്രി പകല് വ്യത്യാസമില്ലാതെ 24 മണിക്കൂറും ഈ വസ്ത്രം ശരീരത്തോട് ചേർന്നിരിക്കുന്നത് പോലെ
ദൈവത്തോട് ഐക്യത്തിലുള്ളൊരു ജീവിതം നയിക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിച്ചാൽ ഈ ഭൂമിയിലേക്ക് വെച്ച് ഏറ്റവും വലിയ അഭിഷേകമായി, ഏറ്റവും വലിയ അനുഗ്രഹമായി, ഏറ്റവും വലിയ അനുഗ്രഹം കൊണ്ട് ദൈവം നമ്മളെ സമ്പന്നമാക്കി കഴിഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഓരോരുത്തരെയും കുറിച്ചുള്ള ദൈവമായ പിതാവിൻ്റെ മനസ്സിലെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ദൈവത്തോട് ചേർന്നിരിക്കണം. യാക്കോബുസ്ലിഹ ലേഖനത്തിൽ 4-ാമത്തെ അധ്യായത്തിൽ 8 മുതലുള്ള വാക്യങ്ങളിൽ ശ്ലീഹായിലൂടെ പരിശുദ്ധാത്മ പഠിപ്പിക്കുകയാണ്, ദൈവത്തോട് ചേർന്ന് നിൽക്കുക, അവിടുന്ന് നിങ്ങളോടും ചേർന്ന് നിൽക്കും. ഹല്ലേലൂയ. ആ ജീവിതത്തിൽ ഞെരുക്കമുണ്ടാകാം, ക്ലേശമുണ്ടാകാം, ബുദ്ധിമുട്ടുണ്ടാകാം, കഷ്ടതയുണ്ടാകാം. പക്ഷേ ഭയപ്പെടേണ്ട. കാരണം എന്താ? കാരണം ദൈവം കൂടെയുണ്ട്. ദൈവം ഒരു വലയമായി കൂടെയുണ്ട്. ദൈവം ഒരു നിഴലായി കൂടെയുണ്ട്. ദൈവം ഒരു മേഘസ്തംഭമായി കൂടെയുണ്ട്. എല്ലാ ആവശ്യങ്ങളിലും എല്ലാ സാഹചര്യത്തിലും ദൈവം ആ വ്യക്തിയുടെ കൂടെ ഉണ്ടായിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഉറക്കെ പറ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എൻ്റെ ഒരു അനുഭവം ഞാൻ നിങ്ങളോട് പറയാം. അച്ഛൻ ഈ കാര്യത്തെക്കുറിച്ച് തിരിച്ചറിവ് കിട്ടിയപ്പോൾ അച്ഛൻ്റെ ജീവിതത്തിൽ അച്ഛൻ പ്രത്യേകം ശ്രദ്ധിക്കാൻ തുടങ്ങിയൊരു കാര്യം, അച്ഛൻ ദൈവത്തോട് ചേർന്നിരിക്കാൻ വേണ്ടിയുള്ള ആ ഒരു മനസ്സ് വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ദൈവമേ, ഈ ഭൂമി വലിയ കുറേ ബിരിയാണി അടിച്ച് നടന്നിട്ട് എന്ത് പ്രയോജനം? വലിയ കുറേ നല്ല കെട്ടിടത്തിൽ പോയി കിടന്നുറങ്ങിയിട്ട് എന്ത് കാര്യം? അല്ലെങ്കിൽ വലിയ ഒരു വണ്ടി നടന്നിട്ട് എന്ത് കാര്യം? എനിക്ക് വലിയ വണ്ടിയോ വലിയ കെട്ടിടമോ വലിയ സുഖസൗകര്യം ഇതൊന്നും അല്ല എനിക്ക് പ്രധാനപ്പെട്ടത്. എനിക്ക് ഈ ലോകത്തിലേക്ക് ഏറ്റവും വലിയ സമ്പത്ത് എൻ്റെ ദൈവത്തിൻ്റെ കൂടെ എപ്പോഴും, ഒരു സെക്കൻഡ് പോലും ദൈവത്തിൽ നിന്ന് അകന്നിരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്താണോ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ആഗ്രഹം ജനിക്കുന്നത് അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ ദൈവിക ദൂത് കേൾക്കാൻ ദൈവം നിങ്ങൾ ഇടവരുത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ആഗ്രഹം അങ്കുരിപ്പിക്കാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നുണ്ട്. ഒരു ആഗ്രഹമുള്ളിടത്തേ പ്രാർത്ഥന ഉണ്ടാവുള്ളൂ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ എൻ്റെ ഉള്ളിൽ ആഗ്രഹം വന്നപ്പോൾ ദൈവസന്നിധി പ്രാർത്ഥിച്ചു. ദൈവം തുടർന്ന് ഓരോ ദിവസങ്ങളിൽ ഇടപെടാൻ തുടങ്ങി. ഒരു ദിവസം കൂടെയുള്ള ദൈവത്തിൻ്റെ അനുഭവം എനിക്കുണ്ടായത് ഞാൻ നിങ്ങളോട് പറയാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അച്ഛൻ ഈ സജീവൻ ധ്യാനകേന്ദ്രത്തിൽ വന്നിട്ട് ആദ്യ കാലഘട്ടം എന്ന് പറഞ്ഞാൽ വളരെ ഞെരുക്കവും കഷ്ടതയും കണ്ണുനീരുള്ളൊരു കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിൽ സജീവൻ ധ്യാനകേന്ദ്രത്തിൽ വന്ന് ഒരു ദിവസം ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇതാ എനിക്ക് അന്ന് ഉച്ചയ്ക്ക് ഉണ്ണാൻ ചോറില്ല. ഞാൻ പറഞ്ഞു, ദൈവത്തെ കാണുന്നുണ്ടല്ലോ, ദൈവത്തിനോട് പറ്റിച്ചേർന്നിരിക്കുകയാണല്ലോ നമ്മുടെ പ്രധാന ഡ്യൂട്ടി. നമ്മുടെ ഭക്ഷണ കാര്യം നോക്കണം. അങ്ങനെ ഉച്ചയ്ക്ക് ഉണ്ണാൻ ചോറില്ലാതിരുന്നപ്പോൾ ഞാൻ പറഞ്ഞു, സാരല്ല, ദൈവം അത് കണ്ടിട്ടുണ്ട്, വൈകുന്നേരം ദൈവം ചോറ് തരുമായിരിക്കും എന്ന് പറഞ്ഞു. 4 മണിക്ക് ചായ ഉണ്ട്. ഒരു 4 മണിക്കൊരു ചായ ഉണ്ടല്ലോ സാധാരണ. എനിക്കാണെങ്കിൽ 4 മണിക്കത്തെ ചായ കിട്ടിയില്ലെങ്കിൽ നല്ല ദേഷ്യം വരും. അപ്പോൾ 3:30 തൊട്ട് ഉച്ചയ്ക്ക് ഊണുകൂടെ കഴിച്ചില്ല. 3:30 തൊട്ട് ചായ ആരെങ്കിലും കൊണ്ടുവരുമോ നോക്കിയിരിക്കുകയാണ്. ഇവിടെ ആണെങ്കിൽ അതൊന്നും ആരുമില്ല, ഞാൻ ഒറ്റയ്ക്കാണ്. ഞാൻ നോക്കിയിട്ട് ആരും ഒരു 3:45 ഒരു സ്വരം കേട്ട്, ചായ ആരെങ്കിലും കൊണ്ടുവരുമെന്ന് നോക്കിയിരുന്നിട്ട് കാര്യമില്ല, ചായ വേണമെങ്കിൽ പോയി ചായ വെക്കണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ വെച്ചിട്ട് ഞാൻ ചായ കുടിക്കുകയില്ലെന്ന് പറഞ്ഞു. നമ്മൾ ചായ വെച്ചാൽ ഉപ്പിന് പകരം അല്ല, പഞ്ചസാരയ്ക്ക് പകരം ഉപ്പൊക്കെയായിരിക്കും ചിലപ്പോൾ എടുത്തിട്ട്. ഞാൻ പറഞ്ഞു, എനിക്ക് ഈ വക കാര്യങ്ങളൊന്നും യാതൊരു പരിചയമില്ല, അതുകൊണ്ട് ഇതുവരെ ഞാൻ ചായ വെച്ചിട്ടുമില്ല, ഞാൻ ചായ വെച്ച് കുടിക്കാനും ഉദ്ദേശിക്കുന്നില്ല. പിന്നെയും കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു സ്വരം വന്ന്, നീ സ്വന്തം ചായ വെക്കാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ താവളത്ത് കടയുണ്ട്, അവിടെ പോയി ചായ കുടിക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ ചെറുപ്പത്തിൽ പോലും കടയിൽ പോയി ചായ കുടിച്ചിട്ടില്ല, പിന്നെ നീ ലോകമൊക്കെ ഇട്ട് വലുതായിട്ട് ഞാൻ പറഞ്ഞു, ചായ കുടിച്ചില്ലെന്നുള്ളൂ, കടയിൽ പോയി കുടിക്കാൻ ഏർപ്പാടില്ലെന്ന് പറഞ്ഞു. 5 മണിയായി ചായ ആരും തരുന്നില്ല, 6 മണിയായി ആരും ചായ തരുന്നില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോൾ ചായയുടെ പ്രശ്നം മാറി വേറൊരു പ്രശ്നം അടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണത്? ചോറ് ഒരു സ്വരം കേട്ടോണ്ട്. അപ്പോൾ ഉച്ചയ്ക്ക് ഊണ് കഴിച്ചിട്ടില്ല, രാവിലെ ലേശം കഞ്ഞി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ രാത്രി 7 മണി 6:45. അപ്പോൾ പിന്നെ ചായയുടെ കാര്യം വിട്ടു, ചോറ് ആര് തരുമെന്നായി പിന്നത്തെ ചിന്ത. ഒരൊറ്റ മനുഷ്യൻ ചോറ് കൊണ്ടുവരുന്ന കാണുന്നില്ല. ഞാനിങ്ങനെ ഇരിക്കേണ്ടെന്ന് ആർക്കും അറിയാൻ പാടില്ല, അതുകൊണ്ട് ആരും ചോറ് കൊണ്ടുവന്നില്ല. 7 മണിയായപ്പോൾ എനിക്ക് ദേഷ്യം വന്നിട്ട് പറഞ്ഞു, ഇനി എനിക്ക് ചായയും വേണ്ട, എനിക്ക് ചോറും വേണ്ട, ഞാൻ ഇന്ന് സന്ധ്യാപ്രാർത്ഥന ചെയ്യില്ലെന്ന് പറഞ്ഞ് നേരത്തെ ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് കിടക്കാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ ലൈറ്റൊക്കെ 7:15 എൻ്റെ മുറി കയറി വാതിലൊക്കെ അടച്ച് കുറ്റിയിട്ട്, ലൈറ്റെല്ലാം പുറത്തെ ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് കുറ്റിയിട്ട് അങ്ങനെ നിൽക്കുമ്പോൾ ഇതാ പിന്നെ കിടക്കാൻ വേണ്ടി 5 മിനിറ്റ് ഉണ്ട്. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ശക്തമായ മുട്ട് വാതിലൊക്കെ കേൾക്കാം. ഞാൻ വാതിൽ കുറ്റിയിട്ട് പിന്നെ തുറക്കില്ല. അച്ഛാ തുറക്കെന്ന് പറഞ്ഞ് മുട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ചോദിച്ചത് ആരാന്ന് ചോദിച്ചു. ഉടനെ പറഞ്ഞു, അച്ഛൻ ഊണ് കഴിച്ചോ, അച്ഛൻ ചോറുണ്ടോ? ഒരേ ചോദ്യം. ഞാൻ പറഞ്ഞു, നീ ആവശ്യമില്ലാത്ത കാര്യം ചോദിക്കുക, ആരാന്ന് പറയാൻ പറഞ്ഞു.
വീണ്ടും പുറത്ത് നിൽക്കുന്ന ആൾ ഒരേ ചോദ്യം, അച്ഛൻ ഊണ് കഴിച്ചോ, അച്ഛൻ ചോറുണ്ടോ, വാതിൽ തുറക്കുന്നു പറഞ്ഞിട്ട് ഇദ്ദേഹം കടന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ അവസാനം വാതിൽ തുറന്നു. എനിക്ക് പരിചയമുള്ളൊരു സ്വരം കേട്ടപ്പോൾ ഞാൻ വാതിൽ തുറന്ന് നോക്കിയപ്പോൾ എനിക്ക് വളരെ പരിചയമുള്ള എൻ്റെ ഏറ്റവും വളരെ അടുത്ത് സഹകരിക്കുന്നൊരു കുടുംബത്തിലൊരു കുട്ടിയാണ്. അവൻ 10ാം ക്ലാസ് 9ലോ 10ലോ മറ്റാണ്. അവനാണ് ഒരു വലിയ പാത്രം പിടിച്ച് നിൽക്കുകയാണ്. ഞാൻ ചോദിച്ചു ഇതെന്താണെന്ന് ചോദിച്ചു. അവൻ പറഞ്ഞു എൻ്റെ അമ്മ 4 മണിക്ക് നല്ല എനിക്കിഷ്ടമുള്ളൊരു വിഭവമാണ് കപ്പ പുഴുങ്ങി, നല്ല ടേസ്റ്റ് വിധത്തിൽ കപ്പയും പുഴുങ്ങി, അങ്ങനെ നല്ല എനിക്ക് ഇഷ്ടമുള്ള വിധത്തിൽ പാചകം ചെയ്ത് ചൂടാറുന്നതിനും അച്ഛനോട് കൊടുക്കാൻ പറഞ്ഞ് 3:30 അവൻ്റെ കയ്യിൽ 3:30-4 മണിയോട് കൊടുത്തയച്ചതാണ്. അവൻ എന്ത് ചെയ്തു, അവൻ അങ്ങനെ പാത്രമായിട്ട് വന്നിട്ട് ആ അഗളി ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി. അവിടെ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ അവൻ്റെ കൂട്ടുകാരെ കണ്ട് അവൻ വിളയാട്ടത്തിന് പോയി. അവൻ വിളയാടി കഴിഞ്ഞ് 7 മണിയായി, ഇരുട്ടായി കഴിഞ്ഞപ്പോഴാണ് അവൻ അയ്യോ അച്ഛന് കാപ്പി കൊടുത്തില്ലെന്ന് ഓർന്നിട്ട് അവൻ കിട്ടിയ വണ്ടിക്ക് കയറി ഓടി ഇവിടെ വന്നപ്പോൾ 7:15. അപ്പോൾ നോക്കുമ്പോൾ അവനൊരു കാര്യം മനസ്സിലായി. അച്ഛൻ ചോറൊക്കെ വയറ് നിറയെ ഉണ്ടിട്ട് അച്ഛൻ കിടക്കാൻ വേണ്ടി പോയി വാതിലടച്ച് ലൈറ്റ് ഓഫ് ചെയ്തു. അപ്പോൾ അവന് വലിയ ടെൻഷനായി. അവൻ്റെ അമ്മയെങ്ങാനും ഇത് അറിഞ്ഞാൽ അവൻ അടിച്ചു കൊല്ലും, കാരണം അത്രയും നല്ല കണിച്ചുള്ള അമ്മയാണ്. അപ്പോൾ അതുകൊണ്ട് അവൻ ഒരേ നിർബന്ധം, ഞാൻ വാതിൽ തുറന്ന് ഇതെന്താണെന്ന് ചോദിച്ചാൽ ഞാൻ അവൻ പറയാം, അച്ഛാ ഇത്തിരി കഴിക്കാതെ കിടക്കരുത്, ഇത്തിരിയെങ്കിലും കഴിച്ചിട്ടേ കിടക്കാവുള്ളൂ. എൻ്റെ മെയിൻ പ്രശ്നം എന്താ, ഞാൻ നോക്കുമ്പോൾ എൻ്റെ മുമ്പിൽ നിന്നിട്ട് ദൈവം വന്ന് സംസാരിക്കുന്ന പോലെ എനിക്ക് തോന്നണത്, അത് ഇച്ചിരിയെങ്കിലും കഴിച്ചിട്ടേ കിടക്കാവുള്ളൂ, ഇച്ചിരി കഴിക്കാതെ കിടക്കരുത്, പ്ലീസ് ഇച്ചിരി കഴിക്കാതെ കിടക്കരുത്. അവൻ അടി കിട്ടാതിരിക്കാൻ വേണ്ടി അവൻ പറയണമെങ്കിലും നമ്മുടെ മർമ്മത്തല്ലേ അവൻ കയറി പിടിച്ചിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സത്യത്തിൽ ഞാൻ ആ കുട്ടീനെ അല്ല അവിടെ കണ്ടത്. എൻ്റെ സ്രഷ്ടാവായ എൻ്റെ ദൈവം ഒരു കുട്ടിയുടെ രൂപത്തിൽ വന്ന് നിന്ന് എന്നോട് സംസാരിക്കുന്ന അതേ അനുഭവമാണ് എനിക്കുണ്ടായത്. നോക്ക്, ഞാൻ എൻ്റെ മെയിൻ പ്രശ്നമായിരുന്നു തന്നത്. ഉച്ചയ്ക്ക് ആരും ഭക്ഷണം തന്നില്ല, 4 മണിക്ക് ചായ കിട്ടിയില്ല, രാത്രിക്ക് ഊണുമില്ല. അങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ നോക്ക്, ദൈവം അടുത്ത് നിൽക്കുന്ന ദൈവം എനിക്കും എൻ്റെ ആവശ്യത്തിന് വേണ്ടി എന്നെ അറിഞ്ഞ് പ്രവർത്തിക്കുന്ന ഒരു കാഴ്ചയാണ് ആ നിമിഷത്തിൽ ഞാൻ കണ്ടത്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവം ജീവിക്കുന്ന ദൈവമാണ്. അതൊരു മിത്തായിട്ട് കരുതരുത്, അല്ലെങ്കിൽ ഒരു ഫാൻറ്റസി ആയിട്ട് ചിന്തിക്കരുത്. ഒരു വ്യക്തിയാണ് ദൈവം. ആ വ്യക്തി, ദൈവം എന്ന ആ വ്യക്തി എൻ്റെ എല്ലാ ആവശ്യങ്ങളും അറിയുന്നുണ്ട്, എൻ്റെ എല്ലാ ചലനങ്ങളും അറിയുന്നുണ്ട്. മനസ്സിൽ കൂടെ ഒരു ദുഃഖം കടന്നു പോയാൽ അത് ആ വ്യക്തി അറിയുന്നുണ്ട്. ഹല്ലേലൂയ. ഒരു കരിങ്കല്ല് പോലുള്ളൊരു ഹൃദയമല്ല ഈ ദൈവം എന്ന വ്യക്തിയുടെ ഹൃദയം. പ്രൈസ് ദി ലോർഡ്. എന്നെ മനസ്സിലാക്കുന്നൊരു ഹൃദയമാണ് ഈ ദൈവമാണ്. എന്നെ നിങ്ങളെ വിളിച്ചിട്ട് പറയണത്, ഞാനും നിങ്ങളും ഈ ദൈവത്തിൻ്റെ കൂടെ ഇരിക്കണം, ഈ ദൈവത്തിൻ്റെ കൂടെ നടക്കണം, ഈ ദൈവത്തോട് സംസാരിക്കണം, ഈ ദൈവത്തോട് ചോദിക്കണം, ഈ ദൈവത്തോട് പറയണം. എല്ലാ കാര്യങ്ങളും ആദ്യം ഈ ദൈവത്തോട് പറയണം, എല്ലാ കാര്യങ്ങളും ആദ്യം ഈ ദൈവത്തോട് ചോദിക്കണം. എന്ത് വിഷമമുണ്ടായാലും ആദ്യം ഈ ദൈവത്തോട് പറയണം. അങ്ങനെ ഈ ദൈവവുമായ ഒരു ഊഷ്മള ബന്ധം ദൈവമായ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ വലിയ വേദനയുണ്ട്. ആ വേദന ഇതാണ്. ഹോസിയ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം 4-ാം വാക്യം, നിന്റെ സ്നേഹം പ്രഭാത മേഘം പോലെയും മാഞ്ഞു പോകുന്ന മഞ്ഞുതുള്ളി പോലെയും അല്ലേ. എന്തെങ്കിലും വചനം കേൾക്കുമ്പം, എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം കാണുമ്പോൾ പെട്ടെന്നൊരു സ്നേഹം കൂടും. ഹോളിൽ നിന്ന് പുറത്തേക്ക് കിടക്കുമ്പം സ്നേഹവും തീർന്നു. അതാണ് ഹോസിയ 6:4. നിന്റെ സ്നേഹം പ്രഭാത മേഘം പോലെയും മാഞ്ഞു പോകുന്ന മഞ്ഞുതുള്ളി പോലെയും അല്ലേ. എഴുന്നേറ്റ് നിൽക്കാം. ഈ നിമിഷങ്ങളിൽ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ എനിക്കൊരു അനുഗ്രഹം വേണം. ഈ ലോകത്തിലെ എല്ലാ വസ്തുക്കളേക്കാൾ ഉപരിയായി എനിക്ക് അങ്ങയെ സ്നേഹിക്കണം. ഈ ലോകത്തിലെ എല്ലാ വ്യക്തികളേക്കാൾ ഉപരിയായി എനിക്ക് എൻ്റെ യേശുവിനെ സ്നേഹിക്കണം. ഈ ലോകത്തിൽ ദൈവം തൻ്റെ മക്കൾക്ക് നൽകുന്നതിൽ വെച്ച് പരമോന്നതമായ അനുഗ്രഹമാണ് എപ്പോഴും ദൈവത്തിൻ്റെ കൂടെ ജീവിക്കാനുള്ള, ദൈവവുമായി ഐക്യത്തിൽ ജീവിക്കാനുള്ള കൃപ. ഹല്ലേലൂയ. ഹല്ലേലൂയ. മാറാനാത്ത. Come, Lord Jesus. ഈ നിമിഷങ്ങളിൽ 2 കരങ്ങളും രക്ഷിതാവായ യേശുവിലേക്ക് ഉയർത്തി ദൈവത്തിൻ്റെ എല്ലാ ക്രമീകരണങ്ങളും എൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണെന്നും രോഗമോ തകർച്ചയോ എന്തു തന്നെ എൻ്റെ കർത്താവ് അനുവദിച്ചാലും അതെല്ലാം കർത്താവിൻ്റെ ഇഷ്ടമാണെന്ന് തിരിച്ചറിയാനും
അങ്ങനെ ഹൃദയം തുറന്ന് ദൈവത്തിൽ ആനന്ദിക്കുന്നൊരു അഭിഷേകം നിറയാനും ആഗ്രഹിച്ച് കരങ്ങൾ ഉയർത്തി എല്ലാവരും സ്തുതിക്കട്ടെ. ഇതെന്തിന്, ഇതെന്തുകൊണ്ട്, ഇതെനിക്കോ, ഇങ്ങനത്തെ ചിന്തകളുടെ പീഡകളെല്ലാം വിട്ടുമാറിപ്പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തിയാൽ അന്ധകാരത്തിൻ്റെ എല്ലാ ദുർബല ചിന്തകളും ഇപ്പോൾ വിട്ടുമാറിപ്പോകട്ടെ. ദൈവകൃപയുടെ അഭിഷേകം നിറയട്ടെ. ദൈവകൃപയുടെ ചിന്തകൾ കൊണ്ട് പൂരിതമാകട്ടെ. Hallelujah, Maranatha. Come, Lord Jesus. അമ്മച്ചിയുടെ പേരെന്ന് പറയാമോ? മറിയക്കുട്ടി. മറിയക്കുട്ടി എന്നാണ് അമ്മച്ചിയുടെ പേര്. ഇനി ബാക്കി പറഞ്ഞോ. ഈ കക്ഷത്തിലൊരു നീര് വലത്തെ കക്ഷത്തിലൊരു മുഴയായിട്ട് വന്നു. എത്ര നാളായിട്ടുണ്ടായിരുന്നു? 15 കൊല്ലമായി. 15 വർഷമായിട്ട് ഈ അമ്മച്ചിയുടെ വേദന ഇല്ലായിരുന്നു, മുഴയുണ്ടായിരുന്നു. വേദനയില്ല, മുഴയുണ്ടായിരുന്നു. മുഴയുണ്ടായിരുന്നു. ആ മുഴ പരിച്ഛേദം പോയി. എന്ത് മുഴ? പരിച്ഛേദം പോയി. എപ്പോ? ഒന്നുമില്ല. ആരാധന ധ്യാനത്തിന്റെ ഇടയ്ക്ക് എപ്പോഴോ മഴ വിട്ടുപോയി. അമ്മച്ചത് അറിഞ്ഞിട്ട് പോലുമില്ല. ഹല്ലേലൂയാ. കരം ഉയർത്തിയടിച്ച് സൈന്യബലത്താലല്ല, കരബലത്താലുമല്ല, എന്റെ ആത്മാവിനാൽ